സൂര്യ കോമഡിയുടെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഇപ്പോൾ ശരിയാക്കി തരാം പ്രസൻറ്റഡ് ബൈ ഗ്ലോബൽ എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസിൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിൽക്കുന്നത് ചാലക്കുടിയിലെ ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിലാണ്. ഇവിടെ ഒരു ബാച്ച് അങ്ങനെ റെഡിയായി നിൽക്കുകയാണ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. കമാൺ. കുസൃതിക്കാറ്റ് എന്ന ചിത്രത്തിൽ ജഗദീഷ് ശ്രീകുമാർ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്ന ഒരു കിടുക്കാച്ചി സീനുണ്ട്. അതാണ് ഇന്ന് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ പോകുന്നത്. അവരതിനെ എങ്ങനെ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. യെസ്, ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസിലാണ്, നമ്മുടെ കളം തന്നെയാണ്. അപ്പം ഒരുപാട് നമുക്ക് ഇവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. കാരണം ഇവർ പഠിക്കുന്നത് തന്നെ അങ്ങനെയുള്ള സാധനങ്ങളെക്കുറിച്ചാണ്. അടുത്ത ഒരു കലയുടെ ഒരു ജനറേഷനാണ് ഇവർ, ഇല്ലേ? വാഗ്ദാനമാണ്. അപ്പോൾ ആദ്യം തന്നെ നന്ദുവിനെ ഞാൻ സ്റ്റേജിലേക്ക് വിളിക്കുകയാണ്. നന്ദു, ഒരു എന്താണ് നന്ദു വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കണു, കുഴപ്പമില്ല. എവിടെയാണ് നാട്? മലയാറ്റൂര്. ഇവിടെ ഏതിനാണ് പഠിക്കുന്നത്? ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ. അത് കഴിഞ്ഞാൽ എന്താണ് പ്ലാൻ? എന്താണ് പ്ലാൻ? ഒരുപാട് പ്ലാൻ ഉണ്ട്. നമ്മളെ ജനങ്ങളോടൊന്ന് പറയൂ. എന്നാലും അത് ഒരുപാട് കാര്യങ്ങൾ. സിനിമ തന്നെയാണ്. അതെ അതെ, സിനിമ, ഒരു മ്യൂസിക്. നന്ദു മ്യൂസിക്കൊക്കെയാണ്, നല്ല വൃത്തിയായിട്ട് നന്ദു പാടും. അപ്പം നന്ദുവിൻ്റെ ഒരു പാട്ടിലാകട്ടെ അങ്ങോട്ട് ഈ എപ്പിസോഡിൻ്റെ തുടക്കം തന്നെ. ആരാരും കാണാതെന്നാരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, ആരാരും കാണാതെന്നാരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ, പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമുട്ടെ നെഞ്ചോടു ചേർന്നിടുമോ, ആരാരും കാണാതെന്നാരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ. ഓക്കെ, താങ്ക് യു. അടിപൊളി, വളരെ മനോഹരമായി തന്നെ പാടി. അപ്പോൾ നമുക്കങ്ങോട്ട് തുടങ്ങാം അല്ലേ? ഓഫ് കോഴ്സ്, നമുക്ക് റെഡിയാക്കാം. റെഡി, ആക്ഷൻ. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവും. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റുള്ളൂ, അല്ലേ? പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് നീയൊക്കെ ഡിഗ്രിയും താങ്ങി റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആനയാവാം, കുതിരയാവാം എന്നൊന്നും നീ വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തം ആവാൻ പോണില്ല. നിങ്ങൾ കൂവിയാൽ മാത്രം പോരാ, ക്ലാസ് കട്ട് ചെയ്യണം, സിനിമയ്ക്ക് പോകണം, ഡെയിലി വെള്ളടിക്കണം, പിന്നെ ഈ ക്യാമ്പസിന്റെ മരത്തണലിലൂടെ നടന്ന് നിങ്ങൾ പ്രണയിക്കണം. ജീവിതത്തിൽ ആകെ മിച്ചമുള്ളത് ഈ ഓർമ്മകൾ മാത്രമായിരിക്കും. ഓർമ്മകളേ അതന്നെ ചാർത്തി. നിങ്ങളുടെ പ്രിൻസിപ്പളിനെ പോലെ ക്ലോക്കിലെ സമയം നോക്കി ജീവിക്കാനുള്ളതല്ല ജീവിതം. നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടില്ല. പഠിപ്പും ഉഴപ്പും കൂടി ചേരുമ്പോഴാണ് ഒരു രസമുള്ളൂ, അപ്പോഴാണ് ഒരു സന്തോഷമുള്ളൂ. ഈ ഓർമ്മകളൊക്കെ തന്നെ നമുക്ക് ഉണ്ടാവുള്ളൂ. യെസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ആട്രിബ്യൂഷൻ ഈസ് ദ കോൺട്രോവേർഷൻ ഓഫ് കാനഡ വിസ ഈസ് യൂസ്ലെസ്. ഓക്കെ, ദെൻ കാനഡയാണോ അബ്രോഡാണോ? അബ്രോഡ്, കാനഡ. ഓക്കെ, ദെൻ എന്താണ് വ്ളാഡിമർ പറഞ്ഞിരിക്കുന്നത്? മനസ്സാണ് പ്രധാനം. അല്ല, അതിനൊരു സംഭവം ഉണ്ടല്ലോ, മനഃശാന്തി വേണം എല്ലാത്തിനും. മനസ്സിന് സമാധാനം വേണം എന്നാണല്ലോ. എന്തോ സ്ഥലം ആണ് വേണ്ടത്. ആണോ? എന്നാ പോയി പഠിച്ചിട്ട് വാ. മനശ്ശര്യ മനസ്സുകൊണ്ട് നമ്മൾ സന്തുഷ്ടരാകണം. എന്തായാലും ഞാൻ അധികമായി എന്താ പറയുക ഈ പ്രസംഗം ഞാൻ
ദീർഘിപ്പിക്കുന്നില്ല. കുറിച്ചൊന്നും പറയുന്നില്ല. ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനം വളരെ നല്ലതായിരുന്നു. എന്തായാലും ദീർഘിപ്പിക്കുന്നില്ല. അടിപൊളി. ഓക്കെ, താങ്ക് യു. അപ്പോൾ ആദ്യം തന്നെ വന്നിട്ട് മനോഹരമായിട്ട് തന്നെ പറഞ്ഞു. നല്ല പാട്ടുമായിരുന്നു. ഓക്കെ, എക്സലന്റ്. ഹലോ, എന്താണ് പേര്? ജോയൽ ജോയൽ. ജോയൽ സാൻജോ ഫ്രാൻസിസ്. എന്ത്? ജോയൽ സാൻജോ ഫ്രാൻസിസ്. ജോയൽ സാൻജോ ഫ്രാൻസിസ്. എവിടെയാണ് നാട്? വീട് പുഷ്പഗിരി, മേലൂര്, ഇവിടെ തൊട്ടടുത്താണ്. ഏതാണ് ഇവിടെ പഠിക്കുന്നത്? ഞാൻ BMMC മൾട്ടിമീഡിയ. മൾട്ടിമീഡിയ. ഓക്കെ ഓക്കെ ഓക്കെ. തുടങ്ങാം. പാട്ട് പാടും. പാട്ടോട് പാട്. ഓ, വെരി ഗുഡ്. அப்படி பாடு. உன்னை காணாது நான் இங்கு நான் இல்லையே, விதையில்லாமல் வேறில்லையே, நிதம் காண்கின்றவான் கூட நிஜமல்ல, இதம் சேர்க்கும் கணா கூட சுகமல்ல, நீ இல்லாமல் நான் இல்லையே, உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல் உன்னை காணாமல். അടിപൊളി. നല്ല വോയിസാണല്ലോ. മനോഹരമായിട്ട് തന്നെ പോകും. നിങ്ങൾ പിന്നെ യൂണിഫോം നല്ല രസമുണ്ട് കേട്ടോ. ക്യാമറയും നല്ല അടിപൊളി യൂണിഫോമാണ്. അപ്പോൾ ശരി, നമുക്ക് ആക്ടിങ്ങിലേക്ക് പോയി. റെഡി, ആക്ഷൻ. മൈക്കാൻ പിടിച്ചോളാം. ഒരു കൂവല്ലങ്ങ് തുടങ്ങിക്കളയല്ലേ. എല്ലാവരും ഒന്ന് കൂവേ. ആ, കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവൂ. കാരണം ഇപ്പോഴല്ലേ കൂവാൻ പറ്റൂ. നിങ്ങൾ പുസ്തകപ്പുഴക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോഡിലിറങ്ങിയ ആനയാവാൻ, കുതിരയാവാൻ, ചേനയാവാന്ന് വിചാരിക്കണ്ട. ശരിയില്ലല്ലേ? നിങ്ങളൊന്നും ഒന്നാവാൻ പോണില്ല. തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. കറക്റ്റായിട്ട് പറഞ്ഞു. പറമനെ അല്ല, അത് പറയണം. അവനത് ഒത്തിരി കൊണ്ട് പറയുന്നു. ഓക്കെ, നിങ്ങൾ കൂവിയാ മാത്രം പോരാ. പിന്നെ നിങ്ങൾ ക്ലാസ് കട്ട് ചെയ്യണം, സിനിമക്ക് പോണം, കള്ള് കുടിക്കണം. പിന്നെ വേറെ സാധനം ഉണ്ടല്ലേ, കോളേജിന്റെ മരച്ചുവട്ടിൽ പോയിരുന്ന് അല്പം പ്രണയിക്കണ്ടേ? കോളേജുകളുടെ മരച്ചുവട്ടിൽ പോയിരുന്ന് അല്പനേരം പ്രണയിക്കണം. അത് മാത്രം മറന്നുപോയി, പ്രണയിക്കുന്നതിന്റെ കാര്യം. പറ. മുഖം കണ്ടാൽ തന്നെ അറിയാം ആളത്ര ശരിയല്ല. പിന്നെ മിച്ചമുള്ളത് ഈ ഓർമ്മകൾ മാത്രം. ഓർമ്മകളെ കൈവള ചാർത്തി. യു ഗോ പ്ലീസ്. അല്ല, ഒന്ന് നല്ലോണം പാടത്. ഓക്കെ. നിങ്ങളുടെ പ്രിൻസിപ്പൾ അച്ഛനെ പോലെ വാച്ച് നോക്കി ക്ലോക്ക് നോക്കി ജീവിക്കാനുള്ളതല്ല. എടാ മൾട്ടിമീഡിയക്കാരാ, നീ എന്താ പഠിക്കാഞ്ഞത്? ഓർത്ത് പറ. അതൊക്കെ അപ്പുറത്തെ ഉണ്ണി, അവനെ കണ്ടു പഠിക്കണം ഇവന്മാരൊക്കെ. പഠിപ്പുഴപ്പും കൂടി ചേരുമ്പോഴേ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവൂ. എങ്കിലേ ജീവിതത്തിന് രസമുള്ളൂ. ഡിസ്ട്രിബ്യൂഷന്റെ ഇത് പറ. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ആട്രിബ്യൂഷൻ ഓഫ് ആട്രോണമി അബ്രോഡ് വിസ ഈസ് യൂസ്ലെസ്. ഇടയ്ക്ക് ഒരു സാധനം പോയി. അയ്യോ, മോനിതൊക്കെ എവിടുന്ന് പഠിച്ചടാ? ടിവിയിലെ ഡിസ്കവറി ചാനൽ ഞാൻ പഠിച്ചു എന്നാണ് വ്ളാഡിമർ പറഞ്ഞിരിക്കുന്നത്. കേട്ടില്ലേ? ഇതാണ് ഭാഷ. ഉഗാണ്ടയിലുള്ള ഏതോ ഗോത്ര ഭാഷയാണെന്നാണ് എന്റെ സംശയം. മനസ്സാണ് പ്രധാനം. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ഓക്കെ. പറഞ്ഞു കൊടുത്ത മോളെ. എഴുത്തുമാനെ അറിയാൻ പാടില്ലാത്തവരെ കളിയാക്കുന്നോടാ. കോഴഞ്ചേരി അത് കഴിഞ്ഞ്. ഇതൊന്നും അറിഞ്ഞില്ല. ഇവിടെ വല്യാണ് കുട്ടി ഭയങ്കര സംശയാലുവാണല്ലേ? പറ. യമന. മനസ്സുണ്ടെങ്കിൽ ശാന്തമുണ്ട്. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. ഞാൻ അധികം പറഞ്ഞ ഈ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. അധികം പ്രസംഗിക്കാവുന്നില്ല. അതൊന്നുമില്ലേ? അധികം പ്രസംഗിച്ച് ഞാനൊരു അധിക പ്രസംഗിയാവുന്നില്ല. നിങ്ങളുടെ ഈ കോളേജിലെ എന്താ ആർട്സ് ക്ലബ് അതിന്റെ ഉദ്ഘാടനം വഹിച്ചുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം. നെക്സ്റ്റ് വൺ ഈസ് മിസ്റ്റർ ആദിത്യൻ. അപ്പൊ ആദിത്യന്റെ ആദ്യമായിട്ട് തന്നെ ഒരു പാട്ട്, അദ്ദേഹം റാപ്പ് സോങ് ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അയ്യോ, എനിക്ക് പാടാൻ അറിഞ്ഞൂടാ. അറിയില്ല?
പക്ഷെ എല്ലാവരും പറഞ്ഞില്ല റാപ്പ് സിംഗർ ആണെന്ന് പറഞ്ഞു. ആണോ? എന്നാ പോട്ടെ, അത് ഞാൻ വായിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് ആക്ടിങ്ങിലേക്ക് കിടക്കാം. ദൃഷ്ടി ദുമ്നൻ എന്ന് പറഞ്ഞ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ട് നിനക്ക് മലയാളം വായിക്കാൻ അറിഞ്ഞൂടെ കുട്ടിയെ? ദൃഷ്ടി ദുമ്നൻ ധൃതരാഷ്ട്രം പറഞ്ഞ ദുമ്നൻ മതി. ഓക്കെ, അപ്പൊ ശരി, റെഡി? 1 2 3 സ്റ്റാർട്ട്. ഇല്ല, ചൂളയിൽ തീച്ചൂളയിൽ നിൽക്കുന്ന ഇളക്കല്ലേ എന്തുട്ടോ എല്ലാരും ഒന്ന് കൂവിയേ. മതി, പറ. കൊള്ളാം. ഇങ്ങനെ കൂവിയാ പോരാ, ഇനിയും കൂവണം. പുസ്തക പുഴുക്കളെ പോലെ. പുഴുക്കളെ പോലെ കൂവണമെന്നോ? അല്ല, അങ്ങനല്ല. പുസ്തക പുഴുക്കളെ പോലെ ഡിഗ്രിയും വാങ്ങി താണ്ടി കുതിരയാവാം. താണ്ടിയല്ല, എന്തുകൊണ്ട്? കുറെ നേരമായിട്ട് തന്നെ ഓവർ സ്മാർട്ട് കളിക്കുകയാണല്ലോ. താനാണോ സർക്കസ് മാനേരോ? പുസ്തക പുഴുക്കളെ പോലെ ഡിഗ്രിയും താങ്ങി കുതിരയാവാം, ആനയാകാം എന്നൊന്നും വിചാരിക്കണ്ട. കാരണം നിങ്ങളൊരു കുന്തവും ആവാൻ പോണില്ല. ഇടയ്ക്കൊക്കെ ക്ലാസ്സുകളൊക്കെ കട്ട് ചെയ്യണം, സിനിമക്ക് പോണം, കള്ളും കുടിക്കണം എന്നും. പിന്നെ ഈ കോളേജിലെ കമ്പൗണ്ടുകളൊക്കെ മരത്തണലിലൂടെ പ്രേമിക്കണം. മേളിലല്ല, മരത്തണലിലൂടെ പ്രേമിക്കണം. അയ്യോ, അങ്ങനെ പറയരുത് പ്ലീസ്. അതൊക്കെയാണ് ഇപ്പോഴൊരു ഓർമ്മകൾ വെക്കുന്നത്. ഓർമ്മകളിലെ കൈവിളച്ചാർത്തി എന്ന് പറയാം. എന്ത്? അയ്യോ, അതൊരു പാട്ടാടാ പഴയ. ഓർമ്മകളെ കൈവിളച്ചാർത്തി. അടിപൊളി. ബാക്കി. അപ്പൊ ഈ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ കോമ്പൗണ്ടിലെ സമയവും നോക്കി നടന്നാ പോരെ നല്ല ജീവിതം. വിവരം വരാൻ എന്തെങ്കിലും ഒരു മാർഗം പഠിപ്പിച്ചു കൊടുക്കണം. എക്സാമിലൊക്കെ ഉഴപ്പണം. അതൊക്കെയാണ് ഒരു രസം, ഒരു സന്തോഷം ഉണ്ടാവണത്. വേറെ സാധനം ഉണ്ടല്ലേ? ദി ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂട്ടഡ് ആട്രിബ്യൂട്ടഡ് ആൻഡ് വിസ അബ്രോഡ് ഈസ് യൂസ്ലെസ്. ഓക്കെ. പിന്നെ അതാരാ പറഞ്ഞാരാ? ജഗതി അയ്യോ, അതല്ലേ ടെലികോമിൽ ഉദ്യോഗസ്ഥനാണ് പറഞ്ഞൊരു കാര്യമില്ല, വിവരം വാങ്ങിക്കാൻ കിട്ടൂല. വ്ളാഡിമർ അല്ലേ? അതെ, പറ. ഗ്ലാഡിമറോ? എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വ്ളാഡിമർ. ഞാനൊരു ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ടാണ് ഇവിടെ വന്നത്. ഇത് ഉദ്ഘാടനം ചെയ്യാൻ മാത്രമാണ് വന്നത്. പെട്ടത് കുറെ കട്ട് ചെയ്തതിനിടയ്ക്കുള്ള ഓർമ്മ കിട്ടാനുള്ള, അതാണ് പ്രശ്നം. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം. എന്തായാലും നിർത്തേണ്, അധികം പ്രസംഗിക്കുന്നു. ശരി, താങ്ക് യു. இதுக்குதாண்டி டைம் சொல்றது. എന്താണ് പേര്? റുബീന. എവിടെയാണ് റുബീനയുടെ നാട്? എൻ്റെ വീട് വാസുപുരം. ഇവിടെ ഏതിനാണ്? ഇവിടെ ഞാൻ മൾട്ടിമീഡിയ. ഓക്കെ, ഇപ്പൊ തുടങ്ങാം. പാട്ട് പാടുവോ? റെഡി, ആക്ഷൻ. കൊള്ളാം. ഇതാണ് കൂവൽ, ഇങ്ങനെയാണ് കൂവാവൂ അല്ലേ? കേട്ടിട്ടുണ്ട്. കുവാവൂത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്താ എന്റെ ഉദ്ദേശം? പേരൊക്കെയല്ലേ? അറബിലൊക്കെ പറ അൽക്കൂ. ശരി, പറ. സുശീല, ഏതായി മർക്കടം വിവരദോഷി? ആയതൊട്ട് റെഡി. 1 2 3 സ്റ്റാർട്ട്. കൊള്ളാം. ഇതാണ് കൂവൽ, ഇങ്ങനെ കൂവാവൂ. ഇനിയിപ്പോ അവിടെ സ്റ്റക്കായി. ഓക്കെ, മിടുക്കനാണ്, മണ്ടനല്ല. മിക്കവാറും പേര് കൂവാവൂന്ന് വീഴും കേട്ടോ. ശരി. കൊള്ളാം. ഇതാണ് കൂവൽ, ഇങ്ങനെ കൂവാവൂ. ശരി. നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. കാരണം ഇപ്പോഴേ കൂവാൻ പറ്റൂ. ഇപ്പോഴേ കൂവാൻ പറ്റൂ. പുസ്തകപ്പുഴുക്കളെ പോലെ ഡിഗ്രിയും താങ്ങി റോട്ടിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം, കുതിരയാവാന്നൊന്നും ആരും വിചാരിക്കണ്ട. നിങ്ങളൊന്നും ഒരു കുന്തം ആവാൻ പോണില്ല. അതെന്താ ധൈര്യത്തോടെ പറയുന്നത്? അറം പറ്റുന്നൊന്നും പറഞ്ഞേക്കരുതേ. നിങ്ങൾ കൂവിയാൽ മാത്രം പോരാ, ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം, എന്നും കള്ളു കുടിക്കണം, കോളേജ് ക്യാമ്പസിലെ മരത്തണരിൽ. എന്നാലും എന്റെ വത്സം മാഷേ, നിങ്ങൾക്ക് ഈ ഗതികേട് വന്നല്ലോ ഈ DPP വിദ്യാഭ്യാസം കാരണം. മരത്തണലിൽ നിന്ന് അല്പനേരം പ്രണയിക്കണം. ഇതൊക്കെ ആയിരിക്കും ഒരു ഓർമ്മയായിട്ടുണ്ടാവുക. എവിടെ? കോളേജില്. ശരി. ഓർമ്മകൾ കൈവളച്ചാർ. പുതിയ രാഗമൊക്കെ ആണല്ലേ ഇത്? സംഗീതം എന്ന് വെച്ചാൽ എന്താ? അത് ദൈവം എനിക്ക് സമ്മാനിച്ച ഒരു നികുംഭിലയാ.
ജ്ഞാനമാണെന്ന് അത് തന്നെ പോലുള്ള എരപ്പനോട് പരപ്പനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങൾ പാടാ കൊള്ളാം കേട്ടോ. പക്ഷെ അത് പുതിയൊരു രാഗം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏത് രാഗത്തിലും ഒരു സാധനം അതെന്റെ ഒരു ഒന്നുകൂടെ പാടും. ഒന്നുകൂടെ ഓർമ്മകൾ കൈവള ചാർത്തി എന്താ ഒന്ന് പാടിക്കൊടുത്ത മോനെ ആ പാട്ട് കറക്റ്റായിട്ട്. അങ്ങനെ പറഞ്ഞ ഓർമ്മകൾ അത് വേറെ പാട്ടാ. നീ ഒന്ന് പാടിക്കൊടുത്ത പെട്ടത്. ഓർമ്മകളെ കൈവളച്ചാർ കറക്റ്റായിട്ടൊന്ന് പാടിക്കൊടുത്ത കറക്റ്റ്. ഓർമ്മകളെ കൈവള ചാർത്തി. ഒരു വീക്കണില്ലേ അത്ര നീട്ടണമെന്നല്ല താനിനി തുടങ്ങാൻ വേണ്ട. ഇത് ഒപ്പനയല്ല, ബാലെ ബാലെ. അതാണ് നമ്മൾ അതേ കണക്ക് പാടണം. മാപ്പിളപ്പാട്ട് പോലെ പാടണം. ഓർമ്മകൾ ഓർമ്മകളെ ഓർമ്മകളെ കൈവള ചാർത്തി. പ്രിൻസിപ്പൾ അച്ഛനെ പോലെ ക്ലോക്കിൽ സമയം നോക്കി ഇരുന്നാൽ മാത്രം പോരാ. ഡിസ്ട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂട്ടഡ് ആട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ ആന്റണി. ആ സമയത്ത് അന്നസറി ക്വസ്റ്റ്യൻസ് ചോദിക്കരുത്. ഇവിടെ സംസാരിച്ച് നാവിലെ വെള്ളം വെച്ചിരിക്കാം. ഒന്നുകൂടെ റെഡി 1 2 3 സ്റ്റാർട്ട്. തുടക്കം അങ്ങനെ അല്ലല്ലോ, പറഞ്ഞോടാ. നീ മിണ്ടണ്ട, നീ പറ. ഡിസ്ട്രിബ്യൂട്ടഡ് ആട്രിബ്യൂട്ടഡ് കോൺട്രിബ്യൂട്ടഡ് അവിടെ ഇവിടെയൊക്കെ ഇതൊക്കെ അറിയാം. അതെല്ലാം കൂടെ ഓക്കെ ബാക്കി പറഞ്ഞു തന്നാ. ഓക്കെ മുഹദ്ദീൻ എന്നൊക്കെ മലപ്പുറത്തായിരുന്നു നാട്. നമ്മുടെ മനസ്സാണ് പ്രധാനം. മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവും. ഞാൻ അധികം പ്രസംഗിയാവുന്നില്ല. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തി. ഞാൻ പ്രസംഗിച്ച് അധികം പ്രസംഗിയാവുന്നില്ല. എന്റെ വാക്കുകൾ ഇവിടെ നിർത്തും. അത് പറ, എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ട് ബാക്കി പറയുന്നു. റെഡി. ഞാൻ അധികം പ്രസംഗിച്ച് അധികം പ്രസംഗിയാവുന്നില്ല. ഈ കോളേജിലെ എന്താണ് ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് മനഃശാസ്ത്രജ്ഞൻ വരാൻ പോകുന്നു. ഔപചാരികമായി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു. ഉറപ്പിക്കാവോ? ഉറപ്പിക്കാല്ലേ? ശരി എന്നാ. നന്ദി, നമസ്കാരം. ഓക്കെ, ഓടിക്കോ. കൊള്ളാം, നന്നായിരുന്നു. അർജുൻ വാ. എന്തൊക്കെയാണ് അർജുന വിശേഷങ്ങൾ? സുഖം. എവിടെയാ നാട്? മഞ്ഞപ്ര. ഇവിടെ അങ്കമാലി. അങ്കമാലിയിൽ എവിടെയാണ്? മഞ്ഞപ്ര. ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഞങ്ങളെ ജേർണലിസം. BMCJ. ഇവിടെ ഫസ്റ്റ് ഇയർ ആണ്. അന്ന് പിന്നെ നമുക്ക് അഭിനയത്തിലേക്ക് കിടക്കാം അല്ലേ? റെഡി, ആക്ഷൻ. എന്തോടാ മനസ്സിലായില്ല. അങ്ങനെ ഒരു ജസ്റ്റ് ഇല്ലല്ലോ ഇതില്. പേരെന്നൊക്കെ പറഞ്ഞ അർജുൻ. അടിപൊളിയായിട്ട് ദാണ്ട് ചെയ്യാൻ പോണ മോനെ മിണ്ടല്ലേ. റെഡി, ആക്ഷൻ. ഇതാണ് കൂവൽ. ഇങ്ങനെ കൂവാവും. ഇപ്പോഴല്ലേ ഇങ്ങനെ കൂവാൻ പറ്റൂ. പുസ്തകത്താളുകൾ പഠിച്ച് അത് ഹിറ്റ്ലർ മറ്റേ സിനിമയിലുണ്ട്. പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് പുറത്തിറങ്ങിയാൽ നിനക്കൊക്കെ ആരെയാകാം ചേനയാകാം എന്നാണ് വിചാരം. നീ ഒന്നൊരു കുന്തമാകാൻ പോകുന്നില്ല. ക്ലാസ്സുകൾ കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകണം. ദിവസവും കള്ളു കുടിക്കണം. കോളേജിന്റെ മരത്തണലുകളിൽ നിന്നൽപ്പം പ്രണയിക്കണം. ഇതൊക്കെയാണ് ജീവിതത്തിന്റെ ഒരു രസം. ചേട്ടൻ സൂപ്പറാ. നിങ്ങളുടെ പ്രിൻസിപ്പാൾ അച്ഛനെ പോലെ വാച്ചിലെ സമയം നോക്കി ജീവിതം മുന്നോട്ട് പോകുന്നതല്ല ജീവിതം. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് കോൺട്രിബ്യൂഷൻ ഓഫ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ദ അട്രോണി ഓഫ് വിസ ഈസ് യൂസ്ലെസ്. ഇംഗ്ലീഷ് മീഡിയം ആയിരിക്കും. അതെ, യൂസ്ലെസ്. മനസ്സാണ് പ്രധാനം. മനശ്ചര്യ യമന. മനസ്സാണ് പ്രധാനം. മനസ്സുണ്ടെങ്കിൽ മാർഗം ഉണ്ടാവും. അധികം പ്രസംഗിച്ചുകൊണ്ട് ഞാൻ അധിക പ്രസംഗിയാകുന്നില്ല. ഇന്നിവിടെ ആർട്സ് ക്ലബിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ വിസംഹരിക്കുന്നു. നമസ്കാരം. നിർത്തുന്നു. നമസ്കാരം. കൊള്ളാം, നന്നായിരിക്കുന്നേ. എന്താ പേര്? എൻ്റെ പേര് ഷെബിൻ. എവിടെ നാട്? ഇരിഞ്ഞാലക്കുട. പിന്നെ ഇവിടെ ഏതിനാ പഠിക്കുന്നത്? ഇവിടെ മൾട്ടിമീഡിയ. ഏത് ഇയറായി? ഫസ്റ്റ് ഇയർ ആയി. തുടങ്ങിയാലോ? എന്നാൽ നമുക്കൊരു 2 ദിവസം കഴിഞ്ഞിട്ട് സമ്മതിച്ചു വന്നിരിക്കുന്നു.
ഡീസന്റ് ഐഡിയ. എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നിയില്ലല്ലോ. റെഡി, ക്യാമറ, റോൾ, ആക്ഷൻ. കൊള്ളാം. ഇതാണ് കൂവൽ. ഇങ്ങനെയേ കൂവാവൂ. ഇപ്പോഴേ ഇങ്ങനെ കൂവാൻ പറ്റൂ. കാരണം പുസ്തകപ്പുഴുക്കളെ പഠിക്കുന്നത് ഭയങ്കര വിചിത്രമായ പഠനമായി പോകുമല്ലോ. മോനെ ഞാൻ നല്ലൊരു ജോലി മേടിച്ചു തരുന്നുണ്ട്. പുസ്തകപ്പുഴുക്കളെ പോലെ പഠിച്ച് ഡിഗ്രിയും താങ്ങി റോട്ടിലോട്ട് ഇറങ്ങിയാൽ ആനയാവാം ചേനയാവാം എന്നൊന്നും ആരും കരുതണ്ട. നിങ്ങളൊന്നും ഒരു കുന്തവും ആവാൻ പോണില്ല. നിങ്ങൾ ഇങ്ങനെ കൂവിയാൽ മാത്രം പോരാ. ക്ലാസ്സുകൾ കട്ട് ചെയ്യണം, എന്നും കള്ളു കുടിക്കണം. കോളേജ് ക്യാമ്പസിലെ ക്ലാസ്സുകൾ കട്ട് ചെയ്യണം, സിനിമയ്ക്ക് പോകണം. കോളേജ് ക്യാമ്പസിലെ മരത്തകണല്. എന്തൊരു തൊന്തരവ്, അയ്യോ എന്തൊരു തൊന്തരവ്, ഒരു സുന്ദരി പെണ്ണിനെ സ്വന്തമായി കിട്ടാൻ എന്തൊരു തൊന്തരവ്. മരത്തണലുകളിലൂടെ അല്പം നടക്കണം. കോളേജ് ക്യാമ്പസിലെ മരത്തണലുകളിലൂടെ അല്പം പ്രണയിക്കണം. ഇത് മാത്രമേ മിച്ചമുണ്ടാക്കുകയുള്ളൂ ജീവിതത്തിൽ. ഓർമ്മകളെ കൈവള ചാർത്തി. നമ്മുടെ പ്രിൻസിപ്പൽ അച്ഛനെ പോലെ ക്ലോക്കിലെ സമയം നോക്കിയിരിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. പഠിപ്പും ഉഴപ്പും ചേർന്നാലേ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ അട്രോണി വിസ അബ്രോഡ് ഈസ് യൂസ്ലെസ്. കുഴപ്പമില്ല, പോട്ട്. സത്യത്തിൽ താക്കോൽ ഇപ്പൊ എവിടെ ഇരിക്കുന്നു? ഇത്രയും കാലമായിട്ട് ഈ നീർക്കോലിക്ക് ഒരു ഇംപ്രൂവ്മെന്റ്സ് ഉണ്ടായില്ലല്ലോ. മനശ്ശേരിയ യമന. മനസ്സുണ്ടെങ്കിൽ മാർഗവുമുണ്ട്. ഞാൻ അധികം പ്രസംഗിയായിരുന്നില്ല. ഇവിടെ ആർട്സ് ക്ലബ്, ഇവിടെ എന്തായിരുന്നു ആർട്സ് ക്ലബിന്റെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മീഡിയ സയൻസ് കുട്ടികളായിരുന്നു. മനോഹരമായി തന്നെ എല്ലാവരും പെർഫോം ചെയ്തു. തൽക്കാലം ഈ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഗുഡ് ബൈ.